സ്വതന്ത്ര ഇന്ത്യയുടെ മഹത്തായ സൈനിക ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ് 1971 നടന്ന ബംഗ്ലാദേശ് വിമോചന യുദ്ധമെന്ന് നമുക്കറിയാം. പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ കിരാത ഭരണത്തിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനെ സ്വതന്ത്രമാക്കി ബംഗ്ലാദേശ് എന്ന പുതുരാഷ്ട്രം രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഈ യുദ്ധം കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യക്കുണ്ടായിരുന്ന വലിയൊരു ഭീഷണിയെയാണ് തദവസരത്തിൽ ഉന്മൂലനം ചെയ്തതെന്നുള്ളതാണ് വസ്തുത. എന്നാൽ പ്രസ്തുത യുദ്ധത്തിൽ ഗംഭീര വിജയം നേടിയ ഇന്ത്യ ഉത്തരപൂർവ്വ മേഖലയിൽ തങ്ങൾക്കുണ്ടായിരുന്ന കുറേയധികം ശാക്തിക പോരായ്മകളെ ഇല്ലായ്മ ചെയ്യാൻ കിഴക്കൻ പാകിസ്ഥാനിലെ റാങ്പൂർ ഡിവിഷനും ചിറ്റഗോങ് വെസ്റ്റും പിടിച്ചെടുക്കാൻ ശ്രമിച്ചില്ല എന്ന് രാജ്യത്തെ മുൻനിര ശാക്തിക തന്ത്രജ്ഞർ അക്കാലത്ത് കടുത്ത വിമർശനമുന്നയിച്ചിരുന്നു. ഇന്ത്യൻ അതിർത്തി സംസ്ഥാനങ്ങളായ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സൈനിക തന്ത്രപരമായ നേട്ടം കൊയ്യാനാവുമായിരുന്ന ഒരു സുവർണ അവസരം എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കാതിരുന്നത്? സിലിഗുരി കോറിഡോറിനെ മേഘാലയയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന റാങ്പൂർ ഡിവിഷനും സബ്രൂമിനെ ബംഗാൾ ഉൾക്കടലുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ചിറ്റഗോങ് വെസ്റ്റും ഈ ഗംഭീര പോരാട്ട വിജയത്തെ മുൻനിർത്തി തങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കാൻ ന്യൂഡൽഹി ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്കുള്ള സമഗ്രമായ ഒരു വിശകലനമാണ് ഈ വീഡിയോ. ഒപ്പം മേൽപ്പറഞ്ഞ നടപടികളുടെ ഉപേക്ഷയ്ക്ക് ഇന്ത്യയെ നിർബന്ധിതരാക്കിയ മറ്റു കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതൽ അടുത്തറിയാം. വിശാല ഇന്ത്യയെ വടക്കുകിഴക്കേ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴിയുടെ പ്രാധാന്യം സ്വതന്ത്ര ഇന്ത്യ രൂപീകൃതമായ 1947 മുതൽക്ക് തന്നെ വിശാല ഇന്ത്യയെ വടക്കുകിഴക്കൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ഏകമാത്ര കണ്ണിയായ സിലിഗുരി ഇടനാഴിയുടെ സവിശേഷമായ ഭൂവിസ്തീർണത്തിൽ ന്യൂഡൽഹിക്ക് അതിയായ ആശങ്കയുണ്ടായിരുന്നു. കിഴക്കൻ പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ എന്നീ രാജ്യങ്ങളുമായി അതിരിടുന്ന പ്രസ്തുത പ്രദേശത്തിന് സുമാർ 60 കിലോമീറ്റർ നീളവും 22 കിലോമീറ്റർ വീതിയുമാണ് ഉള്ളത് എന്നിരിക്കെ ദുർബലമായ ഈ കോറിഡോറിനെ ശത്രുക്കൾ ഉന്നമിട്ടാൽ സപ്ത സഹോദരികൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ 7 ഉത്തരപൂർവ്വ സംസ്ഥാനങ്ങളുമായുള്ള സകല ഗതാഗത മാർഗങ്ങളും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുമെന്നുള്ള ഒരു ഭയമായിരുന്നു അതിന് കാരണവും. ഇതിനെ കൂടുതൽ ശരിവെക്കും വിധം 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്ത് ചിക്കൻ നെക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഇടനാഴിയുടെ കിഴക്കുഭാഗത്തുള്ള അസമിലെ സമതല പ്രദേശങ്ങൾക്ക് 40 കിലോമീറ്റർ അടുത്തുവരെ ചൈനീസ് സൈന്യം എത്തിയത് ഇന്ത്യൻ യുദ്ധതന്ത്രജ്ഞർ വളരെ ഗൗരവമായാണ് കണ്ടത്. പിന്നീട് ഇന്ത്യയും ചൈനയും വീണ്ടും ഏറ്റുമുട്ടിയ 1967 ചോല നാഥുര സംഘർഷത്തിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി അവരുടെ അനേകം മിലിറ്ററി യൂണിറ്റുകളെ സിലിഗുരി കോറിഡോറിന്റെ വടക്കുള്ള ചുംബി താഴ്വരയിൽ കൊണ്ടുവന്നതും പ്രസ്തുത ഭീഷണിയുടെ ആഴം എത്രയാണ് എന്നൊരു ബോധ്യം ദില്ലിയിലെ പ്രതിരോധ വൃത്തങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സംഭവ്യമായേക്കാവുന്ന ഒരു യുദ്ധ സാഹചര്യത്തിൽ ചൈനയോ പാകിസ്ഥാനോ ഈ ഇടനാഴിയെ വെട്ടാൻ ശ്രമിക്കുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ ഇന്ത്യ ഉടനടി സ്വീകരിക്കണമെന്നായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ സാഗത് സിംഗിനെ പോലുള്ള വിഖ്യാത പടത്തലന്മാരുടെയും അഭിപ്രായം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതിനൊരു മുന്നൊരുക്കമെന്ന പോലെയാണ് ഇന്ത്യൻ ചാര സംവിധാനങ്ങളും സായുധ സേനകളും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനെ വിമോചിപ്പിച്ച് ബംഗ്ലാദേശ് രൂപീകരണം സാധ്യമാക്കിയതും. വടക്കുകിഴക്കേ ഇന്ത്യയുടെ ശാക്തിക പോരായ്മകളിൽ റാങ്പൂർ, ചിറ്റഗോങ് എന്നീ ബംഗ്ലാദേശ് പ്രദേശങ്ങളുടെ തന്ത്രപരമായ സ്വാധീനം, വിസ്തൃത വ്യാപ്തിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒട്ടനേകം വമ്പൻ സംസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന വിശാല ഇന്ത്യയെ താരതമ്യേന വലിപ്പക്കുറവുള്ള 8ഓളം ചെറു സംസ്ഥാനങ്ങളുടെ പരിമിത മേഖലയായ വടക്കുകിഴക്കേ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന ജീവനാഡിയാണ് സിലിഗുരി ഇടനാഴി എന്നിരിക്കെ ഈ കൊറിഡോറിലെ ഏറ്റവും വീതി കുറഞ്ഞ ചോപ്ര ഗ്രാമത്തിന്റെ വിസ്തീർണത്തെയാണ് ഇതിന്റെ ഏറ്റവും ദുർബലമായ ഭാഗമായി സൈനിക തന്ത്രജ്ഞർ അടയാളപ്പെടുത്തുന്നത്. പശ്ചിമ ബംഗാളിലെ ഉത്തര ദിനാജ്പൂർ ജില്ലയിലുള്ള ഈ പ്രദേശത്തിന് കേവലം 22 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ എന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ ഇടയിൽ ഞെരുങ്ങിക്കിടക്കുന്ന ഈ കോറിഡോറിന്റെ നിലനിൽപ്പ് ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുന്ന വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങൾക്ക് വളരെ അനിവാര്യമാണെന്ന് തന്നെ പറയാം. തൽഫലമായി പ്രസ്തുത ഇടനാഴിയുടെ വികസനത്തിന് വേണ്ടി ഇതിന് തൊട്ടുകിഴക്കുള്ള ബംഗ്ലാദേശിലെ റാങ്പൂർ ഡിവിഷനെ സിലിഗുരി ഇടനാഴിയോട് കൂട്ടിച്ചേർക്കാൻ ഇന്ത്യ ശ്രമിക്കണമെന്ന് 1962 ഇന്ത്യ ചൈന യുദ്ധസമയം മുതൽക്ക് തന്നെ ശ്രീ ബിജു പട്നായിക്കിനെ പോലുള്ള രാജ്യത്തെ തലമുതിർന്ന ശാക്തിക തന്ത്രജ്ഞർ അന്നത്തെ കേന്ദ്ര സർക്കാരിനെ ഉപദേശിച്ചിരുന്നു.
എന്നാൽ ഇത്തരമൊരു നടപടിക്ക് ഇന്ത്യ മുതിർന്നാൽ ഇതിനെതിരെ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന തത്കാല നെഹ്റു ഭരണകൂടം അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശത്തെ പൂർണ്ണമായും അവഗണിച്ചു. അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കാൻ ഇന്ത്യൻ സൈനിക നേതൃത്വത്തോട് പ്രധാനമന്ത്രി കാര്യാലയം ഉത്തരവിട്ടതുമില്ല. മൊത്തം 16,184.99 കിലോമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള ഈ റാങ്പൂർ ഡിവിഷൻ അതിന്റെ പടിഞ്ഞാറ് സിലിഗുരി കോറിഡോറിനെയും വടക്ക് ഡാർജിലിംഗിനെയും കിഴക്ക് അസം മേഘാലയ സംസ്ഥാനങ്ങളെയുമാണ് അതിരിടുന്നത്. അതുകൊണ്ട് തന്നെ പ്രസ്തുത മേഖല ഇന്ത്യൻ നിയന്ത്രണത്തിൽ വന്നുകഴിഞ്ഞാൽ അത് ഈ ഇടനാഴിയുടെ ദുർബലത ഒഴിവാക്കി വിശാല ഇന്ത്യയും വടക്കുകിഴക്കേ ഇന്ത്യയുമായുള്ള ഗതാഗത മാർഗത്തെ കൂടുതൽ വിപുലീകരിക്കാൻ സഹായിക്കുമെന്നായിരുന്നു ശ്രീ പട്നായിക്കിന്റെ ഉപദേശത്തെ പിന്തുണച്ചുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ SP തോറാട്ട് അടക്കമുള്ള ഇന്ത്യൻ കരസേനയിലെ ചില മുൻ സൈനിക ജനറൽമാരുടെയും വാദം. സമാനമായി ഒരു കൂട്ടിച്ചേർക്കൽ ത്രിപുരയിലെ സബ്രൂമിൽ നിന്നും ദക്ഷിണപൂർവ്വ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് വെസ്റ്റിലേക്കും ആവശ്യമാണെന്നും ഇവർ വിലയിരുത്തിയിരുന്നു. ബംഗ്ലാദേശിലെ തെക്കുകിഴക്കൻ പ്രൊവിൻസായ ഇവിടേക്ക് ഇന്ത്യൻ സാന്നിധ്യം എത്തുകയാണെങ്കിൽ അത് പ്രസ്തുത പ്രവിശ്യയ്ക്ക് തൊട്ടു വടക്കുകിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമായ ത്രിപുരയെ ബംഗാൾ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുമെന്നായിരുന്നു ഈ വിദഗ്ധരുടെ കണ്ടെത്തലും. തൽഫലമായി ഒരു ഉചിതമായ സമയത്ത് മേൽപ്പറഞ്ഞ നടപടികളിലൂടെ ഈ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് അക്കാലത്തെ ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ വന്നെങ്കിലും അതിന്റെ നിർവഹണത്തിന് ലഭിച്ച ഏറ്റവും വലിയ സുവർണാവസരമായ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ തത്കാല ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വങ്ങളോ സൈനിക നേതൃത്വങ്ങളോ ഇതിനുവേണ്ടി ഒരു കാര്യവും ചെയ്തില്ല. വടക്കുകിഴക്കേ ഇന്ത്യയിലേക്ക് റാങ്പൂർ, ചിറ്റഗോങ് വെസ്റ്റ് എന്നീ പ്രദേശങ്ങളെ 1971 യുദ്ധത്തിൽ ഇന്ത്യ കൂട്ടിച്ചേർക്കാതിരുന്നത് എന്തുകൊണ്ട്? 1971 യുദ്ധത്തിൽ ഇന്ത്യയുടെ പ്രധാന ഉന്നം പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനെ കഴിവതും വേഗം സ്വതന്ത്രമാക്കുക എന്നതായിരുന്നു. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് എത്രയും പെട്ടെന്നു തന്നെ പ്രസ്തുത പ്രദേശത്തിന്റെ തലസ്ഥാനമായ ധാക്ക പിടിച്ചെടുക്കാനായിരുന്നു അന്നത്തെ കരസേനാ മേധാവി ജനറൽ സാം മനേക് ഷായും റോ തലവൻ രാമേശ്വർനാഥ് കാവോയും സൈന്യത്തിന് നൽകിയിരുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബുദ്ധികേന്ദ്രങ്ങളുടെയും തന്ത്രരചനയ്ക്കനുസരിച്ച് ഇന്ത്യൻ സൈന്യം കിഴക്കൻ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിവേഗം മുന്നേറിയെങ്കിലും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ ശാക്തിക പോരായ്മകൾ പൂർണ്ണമായും മാറ്റാൻ സാധിക്കുമായിരുന്ന ബംഗ്ലാദേശിന്റെ ഉത്തരഭാഗത്തെ റാങ്പൂർ ഡിവിഷനെയും ദക്ഷിണഭാഗത്തെ ചിറ്റഗോങ് വെസ്റ്റിനെയും പിടിച്ചെടുക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഗംഭീര പോരാട്ടം തന്നെ അരങ്ങേറിയ 71 ഈ യുദ്ധത്തിൽ ന്യൂഡൽഹിക്ക് സംഭവിച്ച ഒട്ടനേകം പിഴവുകളിൽ ഏറ്റവും വലുതാണ് മേൽപ്പറഞ്ഞ ഉപേക്ഷയെന്നും എന്നാൽ പാലിക്കപ്പെടേണ്ട കുറേയധികം നിർബന്ധങ്ങൾ മൂലമാണ് തദവസരത്തിൽ അത് നടക്കാതെ പോയതെന്നും പിൽക്കാലത്ത് ചില സൈനിക ചരിത്രകാരന്മാർ വെളിപ്പെടുത്തിയിരുന്നു. ബംഗ്ലാദേശ് എന്ന പുതുരാഷ്ട്രത്തെ സൃഷ്ടിച്ച് ദക്ഷിണേഷ്യയിലെ ഭൗമരാഷ്ട്രീയത്തെ തുലനം ചെയ്യുക എന്നതായിരുന്നു ഈ യുദ്ധത്തിലൂടെ ഇന്ത്യ ഉദ്ദേശിച്ചിരുന്നത്. തൽഫലമായി ദിനങ്ങൾ ഒട്ടും പാഴാക്കാതെ തന്നെ കിഴക്കൻ പാകിസ്ഥാനെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിരുന്നു ഇന്ത്യൻ പദ്ധതിയും. വൻതോതിൽ എക്കൽ മണ്ണും 5ലധികം നദികളുമുള്ള റാങ്പൂർ ഡിവിഷനെയും അതിദുർഘടമായ മലനിരകളും മോശം ഭൂപ്രകൃതിയുമുള്ള ചിറ്റഗോങ് വെസ്റ്റിനെയും അധിനിവേശപ്പെടുത്തുന്നതിനായി ഒരു വമ്പൻ സൈനിക വിന്യാസം ആവശ്യമായിരുന്നതിനാൽ ഇതിനുവേണ്ടിയുള്ള വിഭവങ്ങളുടെ വിനിയോഗം കിഴക്കൻ പാകിസ്ഥാന്റെ ഭരണസിരാകേന്ദ്രത്തെ ഉന്നമിട്ട് മുന്നേറുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യങ്ങളെ പാടെ തകിടം മറിക്കുമെന്നതായിരുന്നു സത്യം. മാത്രമല്ല തകർന്ന പാതകളും കാലാവസ്ഥാ വെല്ലുവിളിയുമുള്ള ഈ പ്രദേശങ്ങളിലേക്ക് പട്ടാളത്തെയും ആയുധങ്ങളെയും എത്തിക്കുന്നത് വളരെയധികം സമയമെടുക്കുന്ന പ്രവൃത്തികളായതിനാൽ അതിദ്രുതം ധാക്ക കൈവശപ്പെടുത്തി അതുവഴി കിഴക്കൻ പാകിസ്ഥാന്റെ പതനം എളുപ്പത്തിലാക്കാനായിരുന്നു തത്കാല കേന്ദ്ര സർക്കാരിന്റെയും സേനയുടെയും തീരുമാനവും. അതുകൊണ്ട് തന്നെ തങ്ങൾക്കെതിരെ പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത പ്രതിരോധം തീർക്കാനാവുമായിരുന്ന റാങ്പൂർ ഡിവിഷൻ, ചിറ്റഗോങ് വെസ്റ്റ് എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സേനാ നീക്കം വൈകിപ്പിക്കാതെ തലസ്ഥാനത്തേക്ക് എത്തുന്നതിനായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രം. തൽഫലമായി ബംഗാൾ, അസം, മേഘാലയ, ത്രിപുര എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനിലേക്ക് കടന്ന ഇന്ത്യയുടെ പട്ടാള യൂണിറ്റുകൾ ബംഗ്ലാ വിമതസേനയായ മുക്തിബാഹിനിയുടെ സഹായത്തോടെ ധാക്കയിലേക്കാണ് നീങ്ങിയത്. തന്മൂലം ഈ സ്വാതന്ത്ര്യ പോരാളികളെ ഉപയോഗിച്ച് റാങ്പൂർ ഡിവിഷനും ചിറ്റഗോങ് വെസ്റ്റും കൈയടക്കാനുള്ള ഇന്ത്യയുടെ സാധ്യതയും മങ്ങിയിരുന്നു എന്നതാണ് വാസ്തവവും.
അതുകൊണ്ട് തന്നെയാണ് പ്രസ്തുത യുദ്ധത്തിൽ സിലിഗുരി കോറിഡോറിന്റെ ദുർബലതകൾ ഒഴിവാക്കാനാവുമായിരുന്ന ഈ ബംഗ്ലാ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ന്യൂഡൽഹി നിർബന്ധിതരായതും തൽഫലമായി ഇന്നും മേൽപ്പറഞ്ഞ ഇടനാഴിയുടെ പോരായ്മകൾ ഇന്ത്യയെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നതും. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.